ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA സെക്കൻഡ് സെം ജനറൽ എക്കണോമിക്സിൻ്റെ എക്സാം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലാസ്സാണ് ഇന്ന് നടത്തുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. ഒപ്പം പെയ്ഡ് നോട്ട്സോ അസൈൻമെൻറ്റ്സോ ഒക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ മുൻ വീഡിയോസിലൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ വീഡിയോക്ക് ലാസ്റ്റിലൊക്കെ ഫോൺ നമ്പർ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ വാട്സപ്പിൽ വരികയാണെങ്കിൽ ഡീറ്റെയിൽസ് പറയാം കേട്ടോ. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. നമ്മളിന്ന് ജനറൽ എക്കണോമിക്സിലെ 2 essay ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ടാക്സ്, ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ക്ലാസിഫിക്കേഷനാണ്. അതായത് നികുതി, അതിൻ്റെ സ്വഭാവം, അതിൻ്റെ സവിശേഷതകൾ, വർഗീകരണങ്ങൾ എന്നിവ വിശദീകരിക്കുക എന്നാണ്. ആൻസർ: ആധുനിക സർക്കാരുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സാണ് നികുതി എന്ന് പറയുന്നത്. നികുതിദായകന് നേരിട്ടുള്ള റിട്ടേണുകളോ ആനുകൂല്യങ്ങളോ ഇല്ലാതെ പൊതു നന്മയ്ക്ക് വേണ്ടിയുള്ള പൊതു ചെലവുകൾ നികത്താൻ വേണ്ടിയിട്ടാണ് സർക്കാർ പൗരന്മാരിൽ നിന്ന് നിർബന്ധിത സംഭാവനകൾ എന്ന രൂപത്തിൽ നികുതി ഈടാക്കുന്നത്. ഈ നികുതിയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഒന്നാമത്തത്, നികുതി അടയ്ക്കേണ്ട പൗരൻ നടത്തുന്ന നിർബന്ധിത പേയ്മെൻ്റാണ് നികുതി. അത് തൽഫലമായിട്ട്, അതായത് നിർബന്ധിതമാണ് എന്നതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, അതിന് അടച്ചില്ലെങ്കിൽ അതിനുള്ള പണിഷ്മെൻറ്റും ഉണ്ടായിരിക്കും. മറ്റൊന്ന്, നികുതിദായകരും സർക്കാരും തമ്മിൽ നേരിട്ടുള്ള പണക്കൈമാറ്റം ഇല്ല. മൂന്നാമത്തത്, സമൂഹത്തിൽ മൊത്തത്തിൽ സർക്കാർ നൽകുന്ന ഒരു പരോക്ഷ സേവനത്തിനുള്ള പണമാണ് നികുതി. നാലാമത്തത്, നികുതി അധികാരി നിർണ്ണയിക്കുന്ന പ്രകാരം ഒരു നികുതി സ്ഥിരമായും ആനുകാലികമായിട്ടും നൽകണം. ഇനി അതിൻ്റെ വർഗീകരണമാണ്. ഇന്ത്യയിലെ മൊത്തത്തിലുള്ള നികുതി സമ്പ്രദായത്തെ വിശാലമായ 2 തരത്തിൽ വിശാലമായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയുമാണ്. എന്താണ് പ്രത്യക്ഷ നികുതി? ഇന്ത്യൻ നികുതി സമ്പ്രദായം അനുസരിച്ച് ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ നികുതിദായകൻ്റെയോ വരുമാനത്തിൽ നേരിട്ട് ഈടാക്കുന്ന നികുതിയാണ് പ്രത്യക്ഷ നികുതി എന്ന് പറയുന്നത്. പ്രത്യക്ഷ നികുതികൾ മറ്റൊരു സ്ഥാപനത്തിനോ അല്ലെങ്കിൽ വ്യക്തിക്കോ കൈമാറാൻ കഴിയില്ല. അതായത് ആരിലാണോ നികുതി ചുമത്തുന്നത് അയാൾ തന്നെ അത് അടയ്ക്കേണ്ടതുണ്ട്. അയാൾ തന്നെ അതിൻ്റെ ആഘാതങ്ങൾ, നികുതി കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും അയാളിൽ തന്നെ ചുമത്തപ്പെടും. അയാൾ തന്നെ അത് വഹിക്കണം. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. ഇനി പ്രധാനപ്പെട്ട പ്രത്യക്ഷ നികുതികൾ ഏതൊക്കെയാണ്? ഒന്നാമത്തത് ആദായ നികുതിയാണ്. ഇന്ത്യയിലെ ഏറ്റവും സാധാരണമായ പ്രത്യക്ഷ നികുതിയാണ് ആദായ നികുതി. ആദായ വകുപ്പിൻ്റെ ആദായ നികുതി സ്ലാബുകളെ അടിസ്ഥാനമാക്കി ഒരു സാമ്പത്തിക വർഷത്തിൽ നാം നേടുന്ന വരുമാനത്തിന് ആണത് ഈടാക്കുന്നത്. രണ്ടാമത്തത് സെക്യൂരിറ്റി ഇടപാട് നികുതിയാണ്. മൂന്നാമത്തത് കോർപ്പറേറ്റ് നികുതിയാണ് കേട്ടോ. ഇനി എന്തൊക്കെയാണ് പ്രത്യക്ഷ നികുതിയുടെ നേട്ടങ്ങൾ, എന്തൊക്കെയാണ് പ്രത്യക്ഷ നികുതിയുടെ കോട്ടങ്ങൾ, അതിൽ ചേർത്ത് എഴുതണം. അപ്പോൾ തന്നെ നമുക്കത് മാത്രം 4 മാർക്കിനും ചോദിച്ചാൽ അതിൻ്റെ പോയിൻ്റായിട്ട് തന്നെ എഴുതാറുള്ളൂ കേട്ടോ. അതിൻ്റെ നേട്ടങ്ങൾ നോക്കുക. ഇത് കുറഞ്ഞ വരുമാനമുള്ളവർക്ക് തുല്യതയും ആശ്വാസവും നൽകുന്നു. രണ്ടാമത്തത് അസമത്വങ്ങൾ കുറയ്ക്കുന്നു. മൂന്നാമത്തത് പണപ്പെരുപ്പം തടയുന്നു. ഇനി അതിൻ്റെ കോട്ടങ്ങൾ എന്തൊക്കെയാണ്? ഭാരമുള്ളതാണ്, നികുതി വെട്ടിപ്പിന് സാധ്യതയുണ്ട്, പിന്നെ നിയന്ത്രണ നിക്ഷേപങ്ങളാണ്. ഇത്രയാണത്. ഇനി നമുക്ക് അടുത്തത് വരുന്നത് ഏതാണ്? പ്രത്യക്ഷം കഴിഞ്ഞില്ലേ, പരോക്ഷ നികുതിയെക്കുറിച്ചാണ്. അപ്പോൾ എന്താ പ്രത്യക്ഷ നികുതി പറഞ്ഞാൽ നേരിട്ട് അടക്കുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ പരോക്ഷ നികുതി എന്ന് പറഞ്ഞാലോ, വരുമാനത്തിനും ലാഭത്തിനും നേരിട്ട് നികുതിയെ ചുമത്തുമ്പോൾ ചരക്കുകൾക്കും സേവനങ്ങൾക്കും പരോക്ഷമായൊരു നികുതി ചുമത്തപ്പെടുന്നുണ്ട്. ഈ നികുതിയാണ് പരോക്ഷ നികുതി. പ്രത്യക്ഷവും പരോക്ഷവുമായ നികുതികൾ തമ്മിലുള്ള പ്രാഥമിക വ്യത്യാസം എന്ന് പറയുന്നത്, പ്രത്യക്ഷ നികുതി സർക്കാരുകൾക്ക് നേരിട്ടടക്കുമ്പോൾ പരോക്ഷ നികുതി സാധാരണയായിട്ടൊരു ഇടനിലക്കാരൻ വഴിയാണ് അടയ്ക്കപ്പെടുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ വ്യത്യാസം. ഇനി അതിൽ വരുന്ന പ്രധാനപ്പെട്ടത് ഐറ്റംസ് ഏതൊക്കെയാണ്, അതായത് പ്രധാന പരോക്ഷ നികുതികൾ ഏതൊക്കെയാണ്? ഒന്ന് GST ആണ്, ഗുഡ്സ് ആൻഡ് സർവീസസ്, പിന്നെ ടാക്സ്. മറ്റൊന്ന് കസ്റ്റംസ് ഡ്യൂട്ടിയാണ്. ഇത്രയാണ് ഇതിൻ്റെ. പിന്നെ മൂല്യവർദ്ധിത നികുതി, വാല്യൂ ആഡഡ് ടാക്സ്, വാറ്റ് പറയില്ലേ നമ്മൾ, വാറ്റ് കേട്ടോ. ഇതൊക്കെയാണ്. ഇപ്പോൾ വിതരണ ശൃംഖലയുടെ നീളം, ചരക്കുകളുടെ മൂല്യം എന്നിവ ഇതൊക്കെ ഉയർന്ന നിരക്കായതുകൊണ്ടാണ് അതിന് ചുമത്തുന്ന ഒരു നികുതിയാണ് വാറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഇതിൻ്റെ, അതായത് പരോക്ഷ നികുതിയുടെ നേട്ടങ്ങളും കോട്ടങ്ങളും എന്തെല്ലാമാണ് നോക്കുക. ഇത് നമ്മൾ പറഞ്ഞില്ലേ, പ്രത്യക്ഷ നികുതിയുടെ നേട്ടങ്ങൾ പറഞ്ഞ പോലെ തന്നെ പരോക്ഷ നികുതിക്കും അതിൻ്റേതായ നേട്ടങ്ങളും കോട്ടങ്ങളും ഉണ്ട്. നേട്ടങ്ങൾ: ഇത് തുല്യ സംഭാവന നൽകുന്നു. രണ്ടാമത്തത് ഒഴിവാക്കാൻ കഴിയാത്തത്, എന്തായാലും അത് അടക്കാൻ നിർബന്ധമാണ്. പിന്നെ മൂന്നാമത്തത് ശേഖരണം പിരിച്ചെടുക്കൽ വളരെ എളുപ്പമാണ്. പിന്നെ അതിൻ്റെ പോരായ്മകൾ: പിന്തിരിപ്പനാണ്. രണ്ടാമത്തത് ഉൽപ്പന്നങ്ങളും സേവനങ്ങളും കൂടുതൽ ചിലവേറിയതാക്കുന്നു. മറ്റൊന്ന് പൗരബോധത്തിൻ്റെ അഭാവം. അപ്പോൾ ഇത്രയാണ് ഈ ഒരു എസ്സേയിൽ വരാൻ സാധ്യതയുള്ളത്. പക്ഷെ അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ നേട്ടകോട്ടങ്ങൾ, വ്യത്യസ്ത തരം പരോക്ഷ നികുതികൾ, വ്യത്യസ്ത തരം പ്രത്യക്ഷ നികുതികളൊക്കെ അത് വെവ്വേറെയും ചോദിക്കാൻ സാധ്യത. അപ്പോൾ അതിൻ്റെയുള്ളൊരു ആൻസർ കൂടി നമുക്കതിൽ നിന്ന് കിട്ടും കേട്ടോ. ഇനി മറ്റൊരു എസ്സേ ക്വസ്റ്റ്യൻ: എക്സ്പ്ലെയിൻ ദ ടൈപ്സ് ഓഫ് പബ്ലിക് ഡെപ്റ്റ്. വിവിധ തരം പൊതു കടങ്ങൾ വിശദീകരിക്കാനാണ്. ഒന്നാമത്തത് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഡെപ്റ്റാണ്, ആഭ്യന്തരവും വൈദേശികവുമായ കടം.
ആഭ്യന്തര കടം എന്നത് രാജ്യത്തിനുള്ളിൽ നൽകുന്ന സർക്കാർ വായ്പകളെയാണ് സൂചിപ്പിക്കുന്നത്. വ്യക്തികളും ബാങ്കുകളും മറ്റ് ബിസിനസ് സ്ഥാപനങ്ങളും സർക്കാരിന് വായ്പ നൽകുന്നുണ്ട്. ആഭ്യന്തരമായിട്ട് കടമെടുക്കാൻ മണി മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ് പോലെയുള്ള ഉപകരണങ്ങളാണ് അല്ലെങ്കിൽ സ്ഥാപനങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇനി എക്സ്റ്റേണൽ ഡെപ്റ്റ് അല്ലെങ്കിൽ ബാഹ്യക്കടം എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ നിന്നോ അന്തർദേശീയമായോ രാജ്യം കടമെടുക്കുന്നതാണ് വിദേശ കടം. വിദേശ വാണിജ്യ ബാങ്കുകളിൽ നിന്നോ അല്ലെങ്കിൽ IMF, ലോക ബാങ്ക് പോലെയുള്ള സംഘടനകളിൽ നിന്നുമാണ് വിദേശ കടം സ്വീകരിക്കുന്നത്. ഇനി രണ്ടാമത്തേതാണ് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ലോൺസ്. 3 മാസം മുതൽ 9 മാസം വരെ കാലാവധിയുള്ളതാണ് ഹ്രസ്വകാല കടങ്ങൾ. ട്രഷറി ബില്ലുകൾ, ഇന്ത്യ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന മണി മാർക്കറ്റ് ഉപകരണങ്ങൾ, 91 ദിവസം, 182 ദിവസം, 364 ദിവസം, അതുമല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് അഡ്വാൻസുകൾ എന്നിങ്ങനെയുള്ള ട്രഷറി ബില്ലുകൾ പോലെയുള്ള ഹ്രസ്വകാല പലിശകളുള്ള സെക്യൂരിറ്റികളാണ് സർക്കാരിൻ്റെ കടത്തിൻ്റെ ഭൂരിഭാഗവും വരുന്നത്. ഈ കടങ്ങളുടെ പലിശ നിരക്ക് താരതമ്യേന കുറവാണ്. കാലാവധി പൂർത്തിയാക്കുവാൻ ആവശ്യമായൊരു വർഷത്തിനുള്ളിൽ തന്നെ അത് തിരിച്ചടക്കലും നിർബന്ധമാണ്. ഇനി ദീർഘകാല കടങ്ങൾ എന്ന് പറഞ്ഞാലോ, ദീർഘകാല കടങ്ങൾ ഗവൺമെൻറ് ഒരു നീണ്ട കാലയളവിൽ സാധാരണയായിട്ട് 5 അല്ലെങ്കിൽ അതിലധികമോ ഒക്കെ വർഷങ്ങളിലേക്ക് എടുക്കുന്നതാണ്. സാധാരണയായിട്ട് വികസന ആവശ്യങ്ങൾക്കായിട്ട് ദീർഘകാല വായ്പകൾ ആയിട്ടാണ് ഇത് നൽകുന്നത്. അത് തിരികെ നൽകാനുള്ള സമയം നിശ്ചയിച്ചു, അത് എത്ര കാലയളവ് കൊണ്ട് തിരിച്ചടക്കണമെന്ന് നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ദീർഘകാല കടങ്ങൾക്ക് ഉയർന്ന പലിശ നിരക്കുണ്ട്, പക്ഷേ എത്ര സമയം എടുത്തു, അപ്പോൾ നമ്മളത് സമയം കൂടുന്നതിനനുസരിച്ച് പലിശ അങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും എന്നുള്ള. ഇനി മൂന്നാമത്തേതാണ് ഫണ്ടഡ് ആൻഡ് അൺഫണ്ടഡ് ഡെപ്റ്റ്. ഫണ്ട് ചെയ്തതും ഫണ്ട് ചെയ്യാത്തതുമായ കടങ്ങൾ. ഫണ്ട് ചെയ്ത കടങ്ങൾ ദീർഘകാല സ്വഭാവമുള്ളതാണ്. ദീർഘകാലയളവ് കിട്ടിയാലും ഈ കടങ്ങൾ വീട്ടാൻ കഴിയുന്നതിന് യാതൊരു ഉറപ്പുമില്ല. അതായത് ഫണ്ട് ചെയ്ത കടങ്ങൾ 1 വർഷത്തിന് ശേഷം വീണ്ടെടുക്കാവുന്ന അല്ലെങ്കിൽ വീണ്ടെടുക്കാൻ കഴിയാത്തവയാണ്. അത്തരം കടത്തിൻ്റെ തിരിച്ചടവിന് വേണ്ടിയിട്ട് സർക്കാർ ഒരു പ്രത്യേക ഫണ്ട് പരിപാലിക്കുന്നത് കൊണ്ടാണത് ഫണ്ടഡ് കടം എന്ന് പറയുന്നത്. പിന്നെ ഫണ്ട് ചെയ്യാത്ത കടം എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തീർപ്പാക്കപ്പെടുന്നവയാണ്. സാധാരണയായിട്ട് 6 മാസം വരെയാണത് നീണ്ടു നിൽക്കുന്നത്. ഇനി വോളണ്ടറി ആൻഡ് കമ്പൽസറി ലോൺസാണ്. സ്വമേധയാ ഉള്ളതും നിർബന്ധിതവുമായ വായ്പകൾ. വ്യക്തികൾ അവരുടെ സ്വതന്ത്ര ഇച്ഛാശക്തിയും കഴിവും ഉപയോഗിച്ച് സർക്കാരിന് നൽകുന്ന വായ്പകളെ സ്വമേധയാ ഉള്ള വായ്പകൾ എന്ന് വിളിക്കും. സാധാരണയായിട്ട് പൊതുകടം സ്വഭാവം അനുസരിച്ച് സ്വമേധയാ ഉള്ളത് തന്നെയാണ്. നിർബന്ധിത വായ്പകൾ എന്ന് പ്രചാരത്തിലുള്ള ഒരു കടം രീതിയല്ല. ഏതെങ്കിലും യുദ്ധം, അതുപോലെ പ്രകൃതി ദുരന്തങ്ങൾ മുതലായ അടിയന്തര ഘട്ടങ്ങളിൽ സർക്കാർ ആളുകളെ കടം കൊടുക്കാൻ നിർബന്ധിക്കുകയോ അല്ലെങ്കിൽ സമ്മർദ്ദം ചെലുത്തുകയോ ചെയ്തതുകൊണ്ട് ഉണ്ടാകുന്ന അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്നൊരു കടമാണ് നിർബന്ധിത കടം എന്ന് പറയുന്നത്. ഇനി റിഡീമബിൾ ആൻഡ് ഇർറിഡീമബിൾ ഡെപ്റ്റാണ്. അതായത് തിരിച്ചടക്കാവുന്നതും തിരിച്ചടക്കാനാവാത്തതുമായ കടം. 5-ാമത്തെ ഐറ്റമാണ് അല്ലേ. 5-ാമത്തെ ഐറ്റം എന്താണ്? തിരിച്ചടക്കാവുന്ന കടങ്ങൾ ഭാവിയിൽ ഏതെങ്കിലും ഘട്ടത്തിൽ തിരിച്ചടക്കാമെന്ന് സർക്കാർ വാഗ്ദാനം ചെയ്യുന്ന ദൈർഘ്യമേറിയ കടങ്ങളാണ്. ഈ കടത്തിൻ്റെ പലിശ ക്രമരഹിതമായിട്ടാണ് അടക്കപ്പെടുന്നത്. പിന്നെ തിരിച്ചടക്കാനാവാത്ത കടങ്ങൾ എന്ന് പറയുന്നത് ഗവൺമെൻറ് ഒരിക്കലും യഥാർത്ഥ തുക തിരിച്ചടക്കാത്തതും കടത്തിൻ്റെ പലിശ നിരക്ക് മാത്രം എപ്പോഴും നൽകുന്നതുമായ കടങ്ങളാണ്. ഇനി പ്രൊഡക്റ്റീവ് ആൻഡ് റീപ്രൊഡക്റ്റീവ് ആൻഡ് അൺപ്രൊഡക്റ്റീവ് ഓർ ഡെഡ് വെയ്റ്റ് ഡെപ്റ്റ്. അതായത് സർക്കാരിന് അതിൻ്റെ മലയാളം ഉൽപ്പാദനക്ഷമമോ പ്രത്യുൽപാദനപരമോ ആയ കടവും ഉൽപ്പാദനക്ഷമമല്ലാത്ത കടവും എന്നാണ് കേട്ടോ. സർക്കാരിന് വരുമാനം നൽകുന്ന പദ്ധതികൾക്ക് ഉപയോഗിക്കുന്നതാണ് ഉൽപ്പാദനക്ഷമമായ കടം എന്ന് പറയുന്നത്. ഇത് സമ്പദ് വ്യവസ്ഥയുടെ ഉൽപ്പാദനശേഷി വർദ്ധിപ്പിക്കുന്നതിന് സർക്കാർ നൽകുന്ന വായ്പയെയാണ് സൂചിപ്പിക്കുന്നത്. ഉൽപ്പാദനക്ഷമമായ വായ്പകൾ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും രാജ്യത്ത് കൂടുതൽ ഉൽപ്പാദനക്ഷമമായ കാര്യങ്ങളെ സൃഷ്ടിക്കാനും സഹായിക്കും. പിന്നെ ഉൽപ്പാദനക്ഷമമല്ലാത്ത കടങ്ങൾ എന്ന് പറഞ്ഞാലോ ഒരു വരുമാനവും ഉണ്ടാക്കാത്ത തരത്തിലുള്ള കടങ്ങളാണത്. ഈ വായ്പകൾ സമ്പദ് വ്യവസ്ഥയുടെ ഉൽപ്പാദനശേഷിക്ക് സംഭാവന നൽകുന്നില്ല. കാരണം അവ ഉൽപ്പാദന ആസ്തികൾ ഒന്നും സൃഷ്ടിക്കുന്നില്ല. ഉൽപ്പാദനക്ഷമമല്ലാത്ത കടങ്ങളെ ഡെഡ് വെയ്റ്റ് കടങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഇനി മാർക്കറ്റബിൾ ആൻഡ് നോൺ മാർക്കറ്റബിൾ ഡെപ്റ്റുകളാണ്. അതായത് വിപണിയോഗ്യമായതും വിപണിയോഗ്യമല്ലാത്തതുമായ കടങ്ങൾ. കടമെടുക്കുന്ന സമയത്ത് സർക്കാർ നൽകുന്ന സെക്യൂരിറ്റികളും മറ്റു ഉപകരണങ്ങളും പൊതുവെ ഓപ്പൺ മാർക്കറ്റിൽ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നു. ഇവയെ വിപണിയോഗ്യമായ പൊതുകടം എന്നാണ് വിളിക്കുന്നത്. കാരണം ഇത് ഓപ്പൺ മാർക്കറ്റിൽ വ്യാപാരം ചെയ്യാൻ കഴിയുന്ന ഒന്നാണ്. ഇതിൻ്റെ ഒരു പ്രധാന സവിശേഷത സർക്കാരിന് അത്തരം സെക്യൂരിറ്റികൾ വിപണിയിൽ എളുപ്പത്തിൽ വിൽക്കാൻ കഴിയും എന്നത് തന്നെയാണ്. ട്രഷറി ബില്ലുകൾ, അതുപോലെ പ്രോമിസറി നോട്ടുകൾ, മറ്റ് സമാന ഉപകരണങ്ങൾ എന്നിവ വിപണനം ചെയ്യാവുന്ന കടങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഇനി തപാൽ സേവിങ്സ്, പെൻഷൻ ഫണ്ടുകൾ, നാഷണൽ ഡിഫൻസ് സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയ ചില പൊതുകടങ്ങൾ വിപണനം ചെയ്യാവുന്നതല്ല.
അതായത് അവ ഓപ്പൺ മാർക്കറ്റിൽ വാങ്ങാനും വിൽക്കാനും കഴിയില്ല. ഇവയാണ് വിപണന സാധ്യമല്ലാത്ത സർക്കാർ കടങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ 7 തരത്തിലുണ്ട് കടങ്ങൾ. ഏതൊക്കെയാണ്? ഒന്നാമത്തത് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ, 2 ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം, 3 ഫണ്ടഡ് ആൻഡ് നോൺ ഫണ്ടഡ്, പിന്നെ വളണ്ടറി ആൻഡ് കമ്പൽസറി, റിഡീമബിൾ ആൻഡ് ഇറഡീമബിൾ, പ്രൊഡക്റ്റീവ് ഓർ റീപ്രൊഡക്റ്റീവ് ആൻഡ് അൺപ്രൊഡക്റ്റീവ് ഡെപ്റ്റ്സ് ഓർ ഡെഡ് വെയ്റ്റ് എന്ന് പറയട്ടോ, ഡെഡ് വെയ്റ്റ് ഡെപ്റ്റ്സ്, പിന്നെ മാർക്കറ്റബിൾ ആൻഡ് നോൺ മാർക്കറ്റബിൾ ഡെപ്റ്റ്. എൻ്റെ മലയാളം പറയണമെങ്കിൽ പറയാം എന്താണ്? ആഭ്യന്തരവും വൈദേശികവുമായ കടം, ഹ്രസ്വകാല ദീർഘകാല കടങ്ങൾ, പിന്നെ ഫണ്ട് ചെയ്തതും ഫണ്ട് ചെയ്യാത്തതുമായ കടങ്ങൾ, സ്വമേധയാ ഉള്ളതും നിർബന്ധിതവുമായ കടങ്ങൾ, പിന്നെ തിരിച്ചടക്കുന്നതും തിരിച്ചടക്കാനാവാത്തതുമായ കടങ്ങൾ, ഉൽപ്പാദനക്ഷമമോ പ്രത്യുൽപ്പാദനക്ഷമമോ അല്ലെങ്കിൽ ഉൽപ്പാദനക്ഷമമല്ലാത്തതുമായ കടങ്ങൾ, പിന്നെ വിപണനയോഗ്യമായതും വിപണനയോഗ്യമല്ലാത്തതുമായ കടങ്ങൾ. അപ്പോൾ അതിൽ ഇപ്പോൾ നിലവിൽ ഇല്ലാത്തൊരു തരം കടം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? പിന്നെ നിർബന്ധിത കടങ്ങളാണ് കേട്ടോ. അതായത് ഈ പ്രത്യേക സാഹചര്യങ്ങളിൽ സർക്കാർ നിർബന്ധിച്ച് വാങ്ങിക്കുന്ന കടങ്ങളെയാണ്. അത് ഇപ്പോൾ നിലവിലില്ലാത്ത തരം കടമാണ്. ഓക്കെ, താങ്ക്സ്.